ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. കുറേ പേരുടെ നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മലയാളം മീഡിയം 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ആൻഡ് നമ്മൾ തുടങ്ങുന്നത് സെക്കൻഡ് ചാപ്റ്റർ വെച്ചിട്ടാണ്. ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടിയുള്ള ക്ലാസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ആണെങ്കിൽ കമൻസിൽ ലിങ്ക് കൊടുക്കാം, അത് കണ്ടോളൂ. ഓക്കെ, മലയാളം മീഡിയം വീഡിയോസ് ഇടാൻ വേണ്ടി കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് ടെക്നിക്കൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ചാപ്റ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, സോ അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ കുറേ റിട്ടൺ നോട്ട്സൊക്കെ ആയിട്ട് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം. എങ്ങനെയുണ്ട്, ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് അറിയിക്കണം. അതിനനുസരിച്ചിട്ട് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ വഴികളാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പരിണാമത്തെക്കുറിച്ച്, പേരിൽ പറയുന്നത് പോലെ തന്നെ പരിണാമത്തെക്കുറിച്ച്, നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ കാണുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്, നമ്മളൊരു പല സ്റ്റേജുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സ്റ്റേജ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിലും എന്ത് വരാം, മാറ്റങ്ങൾ വരാം. പരിണാമം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾക്ക് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ശരീരത്തിനോ ഒന്നും മാറ്റം വരുന്നതൊന്നും നമ്മൾക്ക് തോന്നാത്തത്, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, പരിണാമം എന്ന് പറയുന്നത് വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മളൊരു 100 വർഷം എടുക്കുകയാണെങ്കിൽ ഈ 100 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഈ ഒരു വ്യത്യാസം കാണാൻ പറ്റില്ല. കാരണം അതിലും വളരെ സ്ലോ ആയിട്ടാണ് പരിണാമം നടക്കുന്നത്. അതുപോലെ ഒരു വലിയ വർഷങ്ങളോളമുള്ള പരിണാമത്തിൻ്റെ ഫലമായാണ് ഇന്ന് മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇനിയും എന്തുണ്ടാവാം, മാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്, അതിൽ കാരണക്കാരായ വ്യക്തികൾ ആരൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ പോകുന്നുണ്ട്. സോ തുടങ്ങുന്നത് ഒരു കേസ് സ്റ്റഡി വെച്ചിട്ടാണ്. നോക്കൂ, കടുത്ത ചുമയും കഫക്കെട്ടുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു യുവാവിൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേയും ശ്വാസകോശദ്രവവും പരിശോധിച്ച് ഡോക്ടർ ക്ഷയരോഗബാധ സ്ഥിരീകരിച്ചു. 6 ആഴ്ചത്തേക്ക് നിരവധി ആൻറ്റിബയോട്ടിക്കുകളും തുടർന്ന് 33 ആഴ്ചത്തേക്ക് പ്രത്യേക ആൻറ്റിബയോട്ടിക് നൽകി ചികിത്സ ആരംഭിച്ച് 10 മാസത്തിന് ശേഷം ശ്വാസകോശദ്രവത്തിൻ്റെ കൾച്ചറും നെഞ്ചിൻ്റെ എക്സ്റേയും പരിശോധിച്ച് ക്ഷയരോഗം ഭേദമായി എന്ന് ഉറപ്പാക്കി ചികിത്സ പൂർത്തിയാക്കി. അപ്പോൾ ചുമയും കഫക്കെട്ടുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് യുവാവിൻ്റെ എക്സ്റേയും അതുപോലെ ശ്വാസകോശദ്രവത്തിൻ്റെ കഫത്തിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പം രോഗമാണെന്ന് സ്ഥിരീകരിച്ചിട്ട് നിരവധി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു. അതേപോലെ 33 ആഴ്ച കണ്ടിന്യൂസ് കഴിക്കാൻ ഒരു ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് ആയി കഴിച്ചിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഭേദമായി എന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സ അവസാനിപ്പിച്ചു. ഇനി ഞാൻ ടെക്സ്റ്റ് ഫുള്ളായിട്ട് വായിക്കുന്നില്ല, അതിൻ്റെ കണ്ടൻറ്റ് പറയാം. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ യുവാവിനെ ഇതേപോലെയുള്ള ക്ഷയരോഗലക്ഷണങ്ങളുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ വീണ്ടും ക്ഷയരോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് പണ്ട് കൊടുത്ത അതേപോലെയുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്തു. പക്ഷേ എന്തുണ്ടായില്ല, അതിലൊരു ഫലവും ഉണ്ടായില്ല. 10 ദിവസത്തിന് ശേഷം ശ്വാസതടസ്സം മൂലം അദ്ദേഹം എന്ത് ചെയ്തു, മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തു, തുടർ പരിശോധന നടത്തി. അതായത് നേരത്തെ ഭേദമായതാണല്ലോ, വീണ്ടും എന്തുകൊണ്ട് ഭേദമായില്ല എന്നുള്ളൊരു പരിശോധന നടത്തിയപ്പോൾ ആ ക്ഷയരോഗാണുക്കൾ വീണ്ടും നന്നായി ആക്റ്റീവായി സജീവമായെന്ന് കണ്ടെത്തി. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും പിന്നെയും എന്താണ് ഈ ബാക്ടീരിയാസ് ഇത്ര കൂടുതലായിട്ട് വരാനുള്ള കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ, അതായത് 2 മാസം മുമ്പ് ഉണ്ടായിരുന്ന അന്നെടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പിൾ ഉണ്ടല്ലോ, അതും പുതിയ സാമ്പിളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. അതായത് അന്നത്തെ ബാക്ടീരിയയും ഇപ്പോൾ പുതിയതായിട്ട് വന്ന ബാക്ടീരിയയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പം അതിൻ്റെ DNA വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് കണ്ടു. അതായത് ബാക്ടീരിയയുടെ DNA, പണ്ടത്തെ ബാക്ടീരിയയുടെ DNA ആയിട്ട് 2 മാസം കഴിഞ്ഞെടുത്ത ബാക്ടീരിയയുടെ DNAക്ക് വ്യത്യാസമുള്ളതായിട്ട് മനസ്സിലായി. അതെങ്ങനെയുള്ള വ്യത്യാസമായിരുന്നു, ഒരു പ്രത്യേക ജീനിന്, നമ്മൾ DNA സ്ട്രക്ചർ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അതിലുള്ള ഒരു ജീനിന്, ആ ബാക്ടീരിയയുടെ DNAയിലുള്ള ഒരു ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അതിന് മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ മാറ്റം വന്നതോടുകൂടി ഈ ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തിട്ടും എന്ത് സംഭവിക്കാഞ്ഞത്, ബാക്ടീരിയ ഒന്നും നശിച്ചു പോകാഞ്ഞതും രോഗം കൂടിയതും. ഓക്കെ, അപ്പോൾ ഇത് 1966 നടന്ന ഒരു സംഭവ കഥയാണ് കേട്ടോ.
അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായത്, അല്ലെങ്കിൽ ഓരോ ജീവികളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു അന്നത്തെ ഒരു സ്റ്റഡിയിൽ ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നോക്കൂ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യ തവണ രോഗം ഭേദമാക്കാൻ എന്ത് ചികിത്സയാണ് നൽകിയത്? ഇതിൻ്റെ ഫലം എന്തായിരുന്നു? ആദ്യത്തെ തവണ എന്ത് ചികിത്സയാണ് നൽകിയത്? നോക്കൂ, 6 ആഴ്ചത്തേക്ക് നിരവധി ആൻറ്റിബയോട്ടിക്കുകളും തുടർന്ന് 33 ആഴ്ചത്തേക്ക് പ്രത്യേക ആൻറ്റിബയോട്ടിക് നൽകി. ഇതിൻ്റെ ഫലമായി 10 മാസങ്ങൾക്ക് ശേഷം രോഗം എന്താണ്? ഭേദമാവുകയും ചെയ്തു. ഓക്കെ, നോട്ട്സ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വേർഡ്സ് എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് റിട്ടേൺ നോട്ട്സ് ആക്കിയത്. സോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2ാം തവണ ചികിത്സ ലഭിച്ചിട്ടും രോഗം ഭേദമാകാത്തതിന് കാരണം എന്താണ്? നൽകിയ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായി. അപ്പോൾ രണ്ടാമത് സെയിം ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രോഗാണുക്കൾ ആ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രോഗം ഭേദമാകാതിരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യനോ? ക്ഷയരോഗ ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിച്ചത് എങ്ങനെയാണ്? അപ്പോൾ അത് മ്യൂട്ടേഷൻ മൂലമാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാം? ഒരു പ്രത്യേക ജീനിൽ സംഭവിച്ച മ്യൂട്ടേഷനാണ് ബാക്ടീരിയകളിൽ ആൻറ്റിബയോട്ടിക്കിനോട് പ്രതിരോധശേഷി ഉണ്ടാക്കിയത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു പ്രതിരോധം ശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക എന്നാണ്. അപ്പോൾ അതെന്തിനെ ബാധിക്കും? ബാക്ടീരിയയ്ക്ക് എതിരായുള്ള ചികിത്സയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അത് അങ്ങനെ ഓരോ ജനറേഷനിലും ഇങ്ങനെ മാറി മാറി വരികയാണെങ്കിൽ, ബാക്ടീരിയ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഓരോ തവണയും നമ്മൾ പുതിയ ഒരു ആൻറ്റിബയോട്ടിക് കണ്ടെത്തേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് ആ ചികിത്സേനെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ ആൻസറുകളും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടർന്ന് നോക്കാം. ഇത്തരം ബാക്ടീരിയകളുടെ രൂപപ്പെടൽ വൈദ്യശാസ്ത്ര മേഖലയിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടോ? ചുവടെ നൽകിയ പത്രവാർത്ത വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. നോക്കൂ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിച്ചു വരുന്ന ആഗോള പ്രശ്നം. നിലവിലെ ഏറ്റവും വിശ്വസനീയമായ ചില ആൻറ്റിബയോട്ടിക്കുകൾ സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമല്ലെന്ന് ഡോക്ടർമാരും പൊതുജനാരോഗ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കോമണായി ഉപയോഗിക്കുന്ന പല ആൻറ്റിബയോട്ടിക്കുകളും സൂപ്പർ ബഗുകൾ പോലെയുള്ള ബാക്ടീരിയകൾക്കെതിരെ അതെന്താവുന്നില്ല, ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഈ സൂപ്പർ ബഗുകൾ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ബാക്ടീരിയകളെയാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മ്യൂട്ടേഷനിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവർക്ക് ഈ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകുന്നത്. അത് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കുറേ തവണ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷനുകൾ വന്നിട്ട് കുറേ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി അവർക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിന് കാരണമാകുന്നു? മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങൾ, അതാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗിനല്ല, ഒരു മരുന്നിനോടല്ല, പലതരത്തിലുള്ള മരുന്നുകളോടും റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയാസ് ഉണ്ടാകുന്നു. അപ്പോൾ അതെന്താണ്? ആരോഗ്യ സംരക്ഷണത്തിൽ മുഖ്യ ആശങ്കയായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു രോഗം കണ്ടാൽ അതിന് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ ഫലപ്രദമായിട്ട് വന്നില്ല എന്ന് വരാം. കാരണം ആ ബാക്ടീരിയ, ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ അതിനോട് ചിലപ്പോൾ റെസിസ്റ്റൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ചികിത്സാ രീതികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ സൂപ്പർ ബഗുകൾ എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രതിരോധശേഷി നേടുന്ന ബാക്ടീരിയകളെയാണ് എന്ത് പറയുക? സൂപ്പർ ബഗുകൾ. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങളാണ് സൂപ്പർ ബഗുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പരിണാമവുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ജീവികൾ അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയോ അതിജീവിക്കുകയോ ചെയ്യുന്നു. ആദിമ കോശത്തിൽ നിന്നും ഇന്ന് കാണുന്ന ജൈവവൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിൽ ഇത്തരം നിരവധി പ്രക്രിയകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എല്ലാ ജീവികൾക്കും ഉള്ള ഒരു
കഴിവെന്ന് പറയുന്നത് അവരുടെ പരിസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാറ്റങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി അവരുടെ ശരീരം, അവരുടെ രീതികളൊക്കെ അവർ ചെറുതായിട്ട് ഇങ്ങനെ മാറ്റും. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു ജൈവ വൈവിധ്യം, ഇത്രയും ജീവികളും മരങ്ങളും ഒക്കെ ചെടികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ കാണുന്ന ഈ ഒരു ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രക്രിയകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് പരിണാമശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അന്വേഷണമാണ് പരിണാമ ശാസ്ത്രത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് പല ശാസ്ത്രജ്ഞരും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു തിയറി ആയിരുന്നു, ഒരു സിദ്ധാന്തമായിരുന്നു ലാമാർക്കിസം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത്, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ. അപ്പോൾ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. ലാമാർക്കിസം അഥവാ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അവരുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവിവർഗം ജീവിക്കുന്ന പരിസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ട് ആ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ആ ജീവികൾ അതിൻ്റെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ ശരീരത്തിലോ രീതികളിലോ ഉണ്ടാക്കിയെടുക്കുന്ന എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, ആ മാറ്റങ്ങളെയാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയുക. അതായത് ജന്മന ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ജീവിത കാലഘട്ടത്തിലൂടെ അത് ഉണ്ടാക്കിയെടുത്തതിനെയാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഫിസിക്കലായിട്ടുള്ള അധ്വാനമുള്ള ഒരു ജോലി ചെയ്യുന്ന, ഇപ്പോൾ ചുമടെടുക്കുന്ന ചുമട്ട് തൊഴിലാളി, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഇപ്പം ഇങ്ങനെ കൃഷി തൊഴിലൊക്കെ ചെയ്യുന്ന, കിളയ്ക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ശരീരം എങ്ങനെയായിരിക്കും? നല്ല വെൽ ബിൽട്ടായിട്ടുള്ള ശരീരമായിരിക്കും അല്ലേ, നല്ല മസിലുള്ള, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന, ജിമ്മിൽ ഒക്കെ എക്സസൈസ് ചെയ്യുന്ന വ്യക്തികൾ, ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ശരീരം എന്ന് പറഞ്ഞാൽ അവർക്ക് ജന്മനാ ഉള്ള, ചിലപ്പോൾ അവരുടെ പാരൻസിനോ ഒന്നും അങ്ങനെ ഒരു മസിലുള്ള ശരീരമോ ബോഡിയോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതകാലത്തിൻ്റെ ഒരു അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരതിനു വേണ്ടി സമയം ചിലവഴിച്ചോ ഒക്കെ അവരുടെ ബോഡിയിൽ ഉണ്ടായി വരുന്ന ഒരു മാറ്റമാണ് ഈ വെൽ ബിൽഡായിട്ടുള്ള ബോഡിയായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ അതെന്താണ്? അതൊരു സ്വയാർജിത സ്വഭാവമാണ്, ജന്മനാ കിട്ടിയതല്ല, നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാറ്റമാണ് സ്വയാർജിത സ്വഭാവം എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്നു എന്നുള്ളതാണ് ലാമാർക്കിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മുന്നോട്ട് വെച്ച ഈ ഒരു തിയറി അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു ജിറാഫിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. അതൊന്ന് നോക്കൂ. അപ്പോൾ പണ്ട് അദ്ദേഹം പറഞ്ഞത് ജിറാഫിൻ്റെ പൂർവികർ, അതായത് പണ്ടത്തെ കാലത്ത് ജിറാഫുകൾക്കിടെ കഴുത്തിന് ഇത്ര നീളം ഉണ്ടായിരുന്നില്ല, കഴുത്തിനും മുൻവശത്തെ ഈ മുൻകാലുകൾക്കൊന്നും ഇത്ര നീളം ഉണ്ടായിരുന്നില്ല. ഈ ജിറാഫ് എന്ന് പറഞ്ഞാൽ നിലത്തുനിന്ന്, ഇപ്പോൾ മാനിനെയൊക്കെ പോലെ നിലത്തുനിന്ന് പുല്ലൊക്കെ തിന്നുന്ന തരത്തിലുള്ള ഒരു ജീവിയായിരുന്നു. നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം എന്ത് സംഭവിച്ചു? ഭക്ഷണ ദൗർബല്യം ഉണ്ടായപ്പം ഈ നിലത്തുള്ള താഴെ നിന്നുള്ള ചെടികളും പുല്ലുകളും ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഈ മുകളിലുള്ള മരങ്ങളിലെ ഇലകൾ തിന്നാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? ജിറാഫിന് കഴുത്തിങ്ങനെ നീട്ടേണ്ടി വന്നു, നീട്ടി കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ കഴുത്ത് നീട്ടിയതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? ജിറാഫിൻ്റെ കഴുത്തിന് നീളം കൂടി വന്നു. അപ്പോൾ ആ ഒരു സ്വയാർജിത സ്വഭാവമാണ് കഴുത്തിന് നീളം കൂടി എന്നുള്ളതാണ് ജിറാഫിൻ്റെ സ്വയാർജിത സ്വഭാവം എന്ന് പറയുന്നത്. ഈ സ്വഭാവം എന്ത് ചെയ്തു? അടുത്ത തലമുറകളിലേക്കും കൈമാറ്റം ചെയ്തു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം ഉണ്ടായി എന്നാണ് ലാമാർക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ലാമാർക്കിസത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അതിന് എന്തെങ്കിലും മാറ്റം വരികയും അതേപോലെ ഉപയോഗിക്കാതെ ഒരു അവയവത്തിന് ഒരു ഉപയോഗവും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ
അതില്ലാതായി പോവുക അല്ലെങ്കിൽ അതിൻ്റെ ഇത് കുറഞ്ഞു വരികയും ചെയ്യുമെന്നാണ് ലാമാർക്ക് പറഞ്ഞത്. അപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അവയവങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുമെന്നും മാറ്റങ്ങൾ വരുമെന്നും ഉപയോഗിക്കാതിരിക്കുന്ന അവയവത്തിൻ്റെ ഉപയോഗം ഇല്ലാതെ അത് ശോഷിച്ച് അത് ചെറുതായി പോവും എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. അതേപോലെ മറ്റൊരു പോയിന്റ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ സ്വയമായിട്ട് ആർജിച്ചെടുക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ അടുത്ത തലമുറകളിലേക്ക്, അതായത് ആദ്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് ലാമാർക്കിൻ്റെ തിയറിയിലുള്ള പോയിന്റുകൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കൊടുത്തിട്ടുള്ള സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതിയിലെ മാറ്റം, സ്വയാർജിത സ്വഭാവത്തിൻ്റെ രൂപപ്പെടൽ എങ്ങനെയാണ്, അതിൻ്റെ പാരമ്പര്യ പ്രേക്ഷണം എങ്ങനെയാണ്, പിന്നെ മാറിയ പരിസ്ഥിതിയിൽ നീളം കൂടിയതും നീളം കുറഞ്ഞതുമായ കഴുത്തുള്ള ജിറാഫുകളുടെ നിലനിൽപ്പ്. അപ്പോൾ ഇവിടെ ഭക്ഷണ ദൗർബല്യം എന്നുള്ളതാണ് ആ പരിസ്ഥിതിയിൽ വന്ന ഒരു മാറ്റം. അതിനെ ഫലമായിട്ടുണ്ടായ ഒരു സ്വയാർജിത സ്വഭാവമാണ് നീളം കൂടിയ കഴുത്തുള്ളത്. അപ്പോൾ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ നിലനിൽക്കുകയും നീളം കുറഞ്ഞ കഴുത്തുള്ളവ നശിച്ചു പോവുകയും ചെയ്തു. അപ്പം നമുക്ക് ഈ സൂചകങ്ങൾ വെച്ചിട്ടും അതേപോലെ ലാമാർക്കിസത്തിൻ്റെ ഒരു നോട്ട് നോക്കാം. സോ ആദ്യം ലാമാർക്കിസം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് സംഭവിക്കുന്ന എല്ലാ ശാരീരിക മാറ്റങ്ങളും അവൻ്റെ സന്തതികൾക്ക് പാരമ്പര്യമായി ലഭിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിദ്ധാന്തം. അപ്പോൾ ഈ സിദ്ധാന്തത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് കിട്ടുന്ന എല്ലാ മാറ്റങ്ങളും അടുത്ത ജനറേഷനിലേക്ക്, അടുത്ത തലമുറയിലേക്ക് പകർന്നു കിട്ടും എന്നുള്ളതാണ് ലാമാർക്ക്. അതിൻ്റെ ബേസിലാണ് ഈ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്താണ്? ഒരു ജീവി പതിവായി ഉപയോഗിക്കുന്ന അവയവങ്ങൾ വികസിക്കുകയും അപൂർവമായി ഉപയോഗിക്കുന്ന സ്വഭാവ സവിശേഷതകൾ തുടർന്നുള്ള തലമുറകളിൽ നഷ്ടപ്പെടുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ പതിവായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്താണെങ്കിലും അതിന് കൂടുതൽ മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ അപൂർവമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്താണ് അടുത്ത തലമുറകളിലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെടുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദെൻ ഇതിന് ഉദാഹരണമായി അദ്ദേഹം ജിറാഫിൻ്റെ പരിണാമത്തെ വിശദീകരിച്ചു. എങ്ങനെയാണ്? ജിറാഫിൻ്റെ പൂർവികർ ചെറിയ കഴുത്തുള്ളവരായിരുന്നു. ഇവർ നിലത്തു നിന്നും ആഹാരം സ്വീകരിക്കുന്നവരായിരുന്നു. പിന്നെ ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾക്കായി കഴുത്ത് നീട്ടിയതിൻ്റെ ഫലമായി ജിറാഫിൻ്റെ കഴുത്തുകൾക്ക് നീളം കൂടുന്നു. ഇത്തരത്തിൽ നീളമുള്ള കഴുത്ത് ജിറാഫിൻ്റെ ആർജിത സ്വഭാവമായി മാറുകയും ഇത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് സൂചകങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ടാണ്. അതേപോലെ തന്നെ ലാമാർക്കിസത്തെക്കുറിച്ച് ടോട്ടലായിട്ട് ഒരു നോട്ട് ആയിട്ടും ഇതിനെ കണക്കാക്കാം. പിന്നെ നോട്ട്സിൽ എഴുതാൻ ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ലാമാർക്കിസത്തിൻ്റെ മറ്റൊരു പേരാണ് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ആൻസറൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ലോങ് ആൻസറോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഈ ലാമാർക്കിസത്തിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ലാമാർക്കിസം ഇങ്ങനെയും ഈ പേരിലും സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു എന്നൊന്ന് മെൻഷൻ ചെയ്യുക ആൻസറിൽ കേട്ടോ. സോ ലാമാർക്കിസത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പറയേണ്ട മറ്റൊരു പോയിന്റും കൂടിയാണ്. പിന്നീട് അതായത് ലാമാർക്കിസത്തിൻ്റെ ഈ എക്സ്പ്ലനേഷനൊക്കെ വന്നതിന് ശേഷം പിന്നീടുള്ള ശാസ്ത്രജ്ഞർ പിന്നീടുള്ള പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത് സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നില്ല എന്നതിനാൽ അവ പാരമ്പര്യമായി കൈമാറുന്നില്ല എന്ന് പിൽക്കാല ശാസ്ത്രജ്ഞർ തെളിയിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ലാമാർക്കിസത്തിൻ്റെ പ്രാധാന്യം പിന്നീട് നഷ്ടപ്പെട്ടു. കാരണം സ്വയാർജിത വ്യതിയാനങ്ങൾ നമ്മുടെ ജനിതഘടനയിൽ, അതായത് നമ്മുടെ DNA ഒന്നും മാറ്റം വരുത്തുന്നില്ല. അങ്ങനെ DNA മാറ്റം വന്നാൽ മാത്രമല്ലേ അത് അടുത്ത ജനറേഷനിലേക്ക് പോവുള്ളൂ, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുള്ളൂ. അപ്പോൾ ജനിതക ഘടനയിൽ മാറ്റം വരാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല, ഇത് അടുത്ത ജനറേഷനിലേക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ മാറ്റങ്ങളൊന്നും കൈമാറ്റം ചെയ്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ലാമാർക്കിസത്തിൻ്റെ പ്രാധാന്യം അങ്ങനെ നഷ്ടപ്പെടാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉള്ളതുപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തൊഴിൽ കാരണോ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതൊരിക്കലും അയാളുടെ അടുത്ത തലമുറയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, അല്ലേ? കാരണം അതെന്താണ്, അത് ശരീരത്തിൽ അല്ലെങ്കിൽ മസിലുകൾക്കോ ഒക്കെ വന്ന മാറ്റമാണ്, അല്ലാതെ അതിൻ്റെ ജനിതക ഘടനയിൽ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയുമില്ല. അപ്പോൾ ലാമാർക്കിസത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്താണ് മറ്റൊരു തിയറിക്ക് പ്രാധാന്യം ഉണ്ടായത്. അതാണ് ഡാർവിനിസം അഥവാ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. അതിന് കൊണ്ടുവന്ന
സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിനാണ്. ആധുനിക പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടത് ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസമാണ്. അപ്പോൾ ഡാർവിനിസം പറയുമ്പോൾ നമ്മൾ ഏത് പേരും കൂടി എപ്പോഴും അതിൽ കൂടെ എഴുതണം, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നുള്ളതും കൂടി കൂട്ടിച്ചേർത്ത് എഴുതണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏത്. അതേപോലെ നേരത്തെ നമ്മൾ ലാമാർക്കിസത്തിൻ്റെ പേര് പറഞ്ഞതുപോലെ അത് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ടും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും മറന്നു പോവാതെ ഓർത്ത് വയ്ക്കണം. സോ അപ്പോൾ നമുക്ക് ഡാർവിനിസത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ചാൾസ് ഡാർവിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഒരു പക്ഷിയുടെ ഒരു ബേർഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കപ്പലും കൊടുത്തിട്ടുണ്ട്. ആ കപ്പലിൻ്റെ പേരെന്താണെന്ന് നോക്കി വെച്ചോളൂ, HMS ബീഗിൾ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ചാൾസ് ഡാർവിൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ശാസ്ത്രജ്ഞനെ അറിയാം. നോക്കൂ, ചാൾസ് റോബർട്ട് ഡാർവിനെ കുറിച്ച് വായിക്കാം. സോ അദ്ദേഹം ജനിച്ചത് 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിൻ്റെ ഷ്രൂസ്ബറിയിലാണ് ജനിച്ചത്. നല്ല ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലമൊക്കെയുള്ള കുടുംബത്തിലായിരുന്നു ജനിച്ചത്. അദ്ദേഹം ഒരു ശരാശരി വിദ്യാർത്ഥി ആയിട്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എന്നാൽ പ്രകൃതി പഠനത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ 1831 22-ാം വയസ്സിൽ, ഇപ്പം നേരത്തെ നമ്മൾ ചിത്രത്തിൽ കണ്ട ആ കപ്പലുണ്ടല്ലോ, HMS ബീഗിൾ എന്നുള്ള കപ്പലിൽ ഭൂപട നിർമ്മാണത്തിനായി 5 വർഷത്തെ യാത്ര അദ്ദേഹം ആരംഭിച്ചു. ഭൂപട നിർമ്മാണം എന്ന് വെച്ചാൽ പണ്ട് ഇതുപോലെ നമുക്ക് സാറ്റലൈറ്റ് ഒന്നും വഴിയൊന്നും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ കാണുന്നത് പോലെയൊന്നും അന്ന് നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സഞ്ചരിച്ചിട്ട് വേണം, ഓരോ അതിർത്തിയൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം ഭൂപടം ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു ഭൂപട നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 5 വർഷത്തെ യാത്ര ആരംഭിച്ചു കപ്പലിൽ. അദ്ദേഹം എവിടെയൊക്കെ പോയി ആ യാത്രയിൽ? തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപുകൾ ഇവിടെയൊക്കെ പര്യവേഷണം ചെയ്തു. ദെൻ അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പ്രകൃതി പഠനത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അവിടങ്ങളിലെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ വൈവിധ്യം അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം 1836 ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ ഡാർവിൻ അദ്ദേഹം അവിടുന്ന് ശേഖരിച്ച വസ്തുതകളും അദ്ദേഹത്തിൻ്റെ ആ കയ്യിലുള്ള ഡാറ്റയും അതേപോലെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് വിശകലനം ചെയ്ത് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുകയും അതുപോലെ മറ്റ് ശാസ്ത്രജ്ഞരുമായി കത്തിടപാടുകൾ നടത്തി ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, പുതിയ സിദ്ധാന്തങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ആയിട്ട് നോക്കിയിട്ട് ആ ശാസ്ത്രജ്ഞരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ സ്വാധീനിച്ച 2 ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു. ഒന്ന് തോമസ് മാൽത്യൂസ് ആയിരുന്നു. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജനസംഖ്യാശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, മനുഷ്യ ജനസംഖ്യ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനം അതിനനുസരിച്ച് വർദ്ധിക്കില്ല. ഇത് ദാരിദ്ര്യം, രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വാദിച്ചു. അപ്പം മാത്യൂസിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിക്ചർ. അദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹം ജനസംഖ്യാശാസ്ത്രജ്ഞനൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷേ അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജനസംഖ്യ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അതിന് വേണ്ട ഭക്ഷണോൽപാദനം, മനുഷ്യന് ആവശ്യമായ ഭക്ഷണോൽപാദനത്തിൽ കൂടുതലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് പിന്നീട് എന്താവും, ഈ ഭക്ഷണത്തിന് കാരണമുള്ള ദാരിദ്ര്യവും അതുപോലെ രോഗങ്ങളും ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിലേക്കൊക്കെ കടക്കും എന്ന് അദ്ദേഹം വാദിച്ചു. അതായത് അവിടെ നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും അതിന് വേണ്ടിയിട്ടുള്ളൊരു മനുഷ്യന്മാരുടെ ഒരു സ്ട്രഗിളുമാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നീട് പ്രസിദ്ധീകരിച്ച തിയറിയിലേക്ക് സഹായകമായ പഠനങ്ങളാണ്. പിന്നെ അതേപോലെ മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു ആൽഫ്രഡ് റസൽ വാലസ്. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു, ഇതേപോലെ ഈ പരിണാമ പഠനങ്ങൾ നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനും ഏകദേശം ഈ ആൽഫ്രഡ് റസൽ വാലസും ഈ ഡാർവിൻ്റെ അതേ ഒരു തിയറിയാണ്, അതേപോലത്തെ ഒരു ചിന്ത തന്നെയാണ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ 2 പേരുടെയും, ഡാർവിൻ്റെയും വാലസിൻ്റെയും പ്രബന്ധങ്ങൾ ശാസ്ത്ര സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. പിന്നെ ഡാർവിൻ്റെ ആശയങ്ങൾ 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ആശയങ്ങളെല്ലാം വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് തുടക്കത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ തെളിവുകളും അദ്ദേഹം പറഞ്ഞതൊന്നും അന്നത്തെ സമൂഹം അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് കൂടുതൽ പഠനങ്ങളും പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളിലൊക്കെ പുറത്തു വന്നപ്പം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുള്ളത് തെളിയുകയും അതിനനുസരിച്ച് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ബുക്കിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ചാൾസ് ഡാർവിനെ കുറിച്ചാണ് പറഞ്ഞത്. പരിണാമ സിദ്ധാന്തത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ശാസ്ത്ര ആശയങ്ങളിൽ ഒന്നാണ്. അതുപോലെ പല മേഖലകളിലും വൈദ്യശാസ്ത്രത്തിലും കൃഷി, പരിസ്ഥിതി ശാസ്ത്രം, ഈ മേഖലകളിലെല്ലാം ഈ സിദ്ധാന്തം പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡാർവിൻ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. അപ്പോൾ ഡാർവിൻ്റെ പ്രധാനമായും ഈ ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഗാലപ്പഗോസ് ദ്വീപുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഗാലപ്പഗോസ് ദ്വീപുകൾ എന്നുള്ളത് അദ്ദേഹം ആ ഒരു ഭൂപട നിർമ്മാണത്തിന് വേണ്ടി സഞ്ചരിച്ച കൂട്ടത്തിൽ എത്തിച്ചേർന്ന ഒരു ദ്വീപുകളാണ്. അപ്പോൾ ദ്വീപുകൾ എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയ ചെറിയ ദ്വീപുകളാണ്. ഒരൊറ്റ സ്ഥലമല്ല, പല 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 ദ്വീപുകളായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ്, ഒരു കൂട്ടം ദ്വീപുകളാണ്. ഇപ്പം നമ്മൾ ലക്ഷദ്വീപുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ സ്ഥലമല്ലല്ലോ, കുറേ ചെറിയ ചെറിയ ദ്വീപുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകതയാണ്, അവിടെ എല്ലായിടത്തും ഇതുപോലെയുള്ളൊരു ഇത്തരത്തിലുള്ള കുരുവികളുണ്ടായിരുന്നു. അതിന് ഡാർവിൻ്റെ കുരുവികൾ അല്ലെങ്കിൽ ഡാർവിൻസ് ഫിഞ്ചസ് എന്നാണ് അവ ഇപ്പം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കുരുവികളെയൊക്കെ കണ്ടപ്പം അതിന് വളരെയധികം സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇവരെല്ലാവരും ഉണ്ടായി തീർന്നിരിക്കുന്നത് ഒരു പൂർവിക കുരുവിയിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ എല്ലാം പൂർവികൻ എന്ന് പറയുന്നത് ഒരു കുരുവിയാണ്. പക്ഷേ അവിടെയുള്ള ഓരോ ദ്വീപുകളിലും കാണുന്ന കുരുവികളുടെ അദ്ദേഹം നിരീക്ഷിച്ചപ്പം അവരുടെ കൊക്കുകൾക്ക് വ്യത്യസ്തത ഉണ്ടായിരുന്നു. കണ്ടോ, ഓരോന്നിൻ്റെയും കൊക്ക് ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ വ്യത്യസ്തതയ്ക്ക് കാരണം എന്താണെന്ന് നോക്കി മനസ്സിലായത്, ഓരോ ദ്വീപിലും അവർ കഴിക്കുന്ന ഭക്ഷണം വ്യത്യസ്തമാണ്. അതായത് ചില ഇതിലേതാണ്, ഇപ്പോൾ ഫസ്റ്റത്തെ എന്താ നോക്കൂ, വിത്ത് തീനിക്കുരുവി. അവിടെ അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് വിത്തുകളാണ്, സീഡ്സ് ആണ് അത് കഴിക്കുന്നത്. അതേസമയം രണ്ടാമത്തേതോ കള്ളിമുൾച്ചെടി ഭക്ഷണമാക്കുന്നവയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് കള്ളിമുൾച്ചെടിയാണ്. അപ്പോൾ അതിന് കഴിക്കാനായിട്ടുള്ള രീതിയിലുള്ള ചുണ്ടുകളാണ്, കൊക്കുകളാണ് അതിനുള്ളത്. ഇനി മറ്റേതാണെങ്കിലോ ഈ ചെറിയ പ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്നതിന് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കൊക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നിരീക്ഷിച്ചതിൽ നിന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിലേക്ക് മെയിനായിട്ടും എത്തിച്ചേർന്നത്. അതായത് പൊതുവായിട്ട് ഒരു പൂർവിക കുരുവി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തുണ്ടായി, കുറേ മറ്റു കുരുവികൾ ഉണ്ടായി. അതിൻ്റെ അടുത്ത ജനറേഷൻ അങ്ങനെ കുറേ കുരുവികൾ ഉണ്ടായി. അപ്പോൾ ഇവർ ഓരോന്നും താമസിച്ചിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത ദ്വീപുകളിലായിരുന്നു. അപ്പോൾ അവരുടെ സാഹചര്യത്തിന്, ഓരോ ദ്വീപുകളിലെയും സാഹചര്യത്തിനനുസരിച്ചിട്ട് അവിടെ സർവൈവ് ചെയ്യാൻ, അവിടെ നിലനിൽക്കാൻ പറ്റുന്ന കുരുവികൾ മാത്രം അവിടെ നിലനിന്നു, ബാക്കിയുള്ളത് നശിച്ചു പോയി. അപ്പോൾ ഈ നിലനിന്ന കുരുവികളിൽ നിന്നാണ് അടുത്തൊരു തലമുറ ഉണ്ടായത്. അപ്പം അങ്ങനെ ഓരോ തലമുറകളായിട്ട് മാറി മാറി വരും തോറും എന്തായി, ആ ഒരു ദ്വീപിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നത്. അതായത് അവിടെ ജീവിക്കാൻ നിലനിൽക്കാൻ പറ്റുന്നവ നിലനിൽക്കുന്നു, അതിന് കഴിവില്ലാത്തവ നശിച്ചു പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഈ കഴിവുള്ളവയിൽ നിന്നാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ജനറേഷനും എങ്ങനെയായിരിക്കും, കഴിവുള്ളവരായിരിക്കും. അതൊരു പ്രകൃതിയുടെ സെലക്ഷൻ പോലെയാണ് അവിടെ ഉണ്ടാകുന്നത്. നോക്കൂ, ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിൽ 14ഓളം വ്യത്യസ്ത സ്പീഷീസിൽ ഉള്ള കുരുവികളുണ്ട്. അതിലോ ഏതൊക്കെയാണ്? നിലത്ത് വസിച്ച് വിത്ത് കഴിക്കുന്നവ, അതുപോലെ കള്ളിമുൾച്ചെടിയിൽ വസിച്ച് വിത്ത് ഭക്ഷിക്കുന്നവ, മരത്തിൽ വസിച്ച് പ്രാണികളെ ഭക്ഷിക്കുന്നവ, ഇങ്ങനെ പല സ്പീഷീസ് ഉണ്ട്. അവയുടെയൊക്കെ പൊതുവായ മുഖവ്യത്യാസം കൊക്കിൻ്റെ ആകൃതിയും വലിപ്പവുമാണ്. പിന്നെ ഇടത്തരം വലിപ്പമുള്ള വിത്ത് കഴിക്കുന്ന കുരുവിയും വലിയ വിത്ത് കഴിക്കുന്ന കുരുവിയും തമ്മിലും, അതേപോലെ പ്രാണികളെ തിന്നുന്ന കുരുവിയിൽ നിന്നൊക്കെ കൊക്കുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ കൊക്കുകൾ അവയുടെ ഭക്ഷണ സമ്പാദനത്തിനുള്ള പ്രധാന ഉപാധിയാണ്. സോ പരിസ്ഥിതിയിലെ ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായ ആകൃതിയോ വലിപ്പമോ ഉള്ള കുരുവികൾ അതിജീവിക്കുകയും കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പരിസ്ഥിതിയിലെ
ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായ ആകൃതിയോ വലിപ്പമോ ഉള്ള കൊക്കുള്ള കുരുവികൾ അതിജീവിക്കുകയും കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു സിദ്ധാന്തം ഉണ്ടാകുന്നത്. അതായത് പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവിടെ നിലനിൽക്കാൻ കഴിവുള്ളവ നിലനിൽക്കുകയും മറ്റുള്ളവ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ നിലനിൽക്കാൻ കഴിവുള്ളവയിൽ നിന്നാണ് അടുത്ത ഒരു തലമുറ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഓരോ തലമുറയും ഈ കഴിവുള്ളതിൽ നിന്ന് പുതിയ പുതിയ തലമുറകൾ ഉണ്ടാകുമ്പം ആ ഉണ്ടാകുന്ന ജീവികൾക്കെല്ലാം ആ ഒരു പൊതുവായ സ്വഭാവം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ലാമാർക്ക് പറഞ്ഞ ജിറാഫിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ കുറേ ജിറാഫുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില ജിറാഫിന് കഴുത്തിന് നീളം കുറഞ്ഞവയും നീളം കൂടിയവയും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം ഒരു ഭക്ഷ്യ ക്ഷാമം ഉണ്ടാകുമ്പം ആ കഴുത്തിന് നീളമുള്ളവയ്ക്ക് എന്ത് പറ്റും, കുറച്ച് ഹൈറ്റുള്ള മരത്തിൽ നിന്നും ഇലകൾ പറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അവയ്ക്ക് വീണ്ടും നിലനിൽക്കാൻ പറ്റും. ചെറിയ കഴുത്തുള്ളവ അല്ലെങ്കിൽ ഈ വലിയ ചെടികളിൽ നിന്ന് ഭക്ഷണം കിട്ടാത്തവ നശിച്ചു പോകും. അപ്പോൾ ഈ നിലനിന്ന വലിയ കഴുത്തുള്ള ജിറാഫുകളിൽ നിന്നാണ് അടുത്തൊരു തലമുറ ഉണ്ടാകുന്നത്. അപ്പോൾ ആ തലമുറയുടെയും എന്തായിരിക്കും, കഴുത്ത് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എന്തായി മാറുന്നത്, ജിറാഫുകളുടെ ഇന്ന് കാണുന്നത് പോലെ നീളമുള്ള കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ സിദ്ധാന്തം വെച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുരുവികളുടെ കൊക്കിൻ്റെ വൈവിധ്യത്തിൻ്റെ കാരണം എന്ത്, വൈവിധ്യം അതിജീവനത്തെ സ്വാധീനിക്കുന്ന വിധം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡാർവിനിസത്തിൻ്റെ ടോട്ടലായിട്ടൊരു നോട്ട് നോക്കാം. അതിൻ്റെ കൂടെ ഈ സൂചകങ്ങളും കൊടുക്കാം. അതേപോലെ തന്നെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ആ പേര് അതിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ ഡാർവിനിസം നമുക്കിങ്ങനെ പറയാം: ജീവജാലങ്ങൾ കാലത്തിനനുസരിച്ച് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി മാറുന്നതിനനുസരിച്ച് ഒരു ജീവിയുടെ ആവശ്യങ്ങളും മാറുന്നു. അവ പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു ജീവിയിൽ നിശ്ചിത കാലയളവിൽ അടിഞ്ഞുകൂടുന്ന മാറ്റങ്ങൾ ഒരു പുതിയ ജീവിവർഗത്തിന് കാരണമാകുന്നു. അപ്പോൾ പരിസ്ഥിതി മാറുന്നതിനനുസരിച്ചിട്ട് ജീവിയിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് എങ്ങനെ മാറുന്നു, അവയിൽ സർവൈവ് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ പറ്റുന്ന നിലനിൽക്കുന്നു, അല്ലാത്തത് നശിച്ചു പോകുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു കാലയളവിൽ അടിഞ്ഞുകൂടുന്ന മാറ്റങ്ങൾ എന്തായിത്തീരും, ഒരു പുതിയ ജീവിവർഗത്തിന് കാരണമാകുന്നു. അതേപോലെ കുരുവികളെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു, ഗാലപ്പഗോസ് ദ്വീപിൽ കാണപ്പെട്ട കുരുവികളെക്കുറിച്ചുള്ള ഡാർവിൻ്റെ പഠനം പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള പരിണാമ സിദ്ധാന്തത്തിൻ്റെ വികസനത്തിൽ നിർണായകമായിരുന്നു. ഈ കുരുവികൾ ഒരു പൊതു പൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെങ്കിലും കൊക്കിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും പ്രകടമായ മാറ്റമുണ്ടായിരുന്നു. വ്യത്യസ്ത ദ്വീപുകളിൽ ലഭ്യമായ വ്യത്യസ്ത ഭക്ഷണ സ്രോതസ്സുകളാണ് ഇതിനു കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ എന്തായിരുന്നു ആ വൈവിധ്യം എന്ന് പറയുന്നത്, എന്തായിരുന്നു, കൊക്കുകളുടെ വലിപ്പത്തിലും ആകൃതിയിലുള്ളതായിരുന്നു വൈവിധ്യം ഉണ്ടായിരുന്നത്. അതിനുള്ള കാരണം എന്തായിരുന്നു, ഓരോ വ്യത്യസ്ത ദ്വീപുകളിലും ലഭ്യമായ വ്യത്യസ്ത ഭക്ഷണ സ്രോതസ്സുകളായിരുന്നു ഇതിന് കാരണം. അതേപോലെ തന്നെ എങ്ങനെയാണ് അത് അവരുടെ നിലനിൽപ്പിനെ ബാധിച്ചത്, പരിസ്ഥിതിയിലെ ഭക്ഷ്യ വിഭവങ്ങളുടെ ലഭ്യത ആശ്രയിച്ച് അനുയോജ്യമായ ആകൃതിയിലുള്ള കൊക്കുള്ള പക്ഷികൾ അതിജീവിക്കുകയും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അല്ലാത്തവയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലാത്തവ നശിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓരോ പുതിയ ജീവി വർഗ്ഗങ്ങളും അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത തരം കുരുവികളായിട്ട് അവർ മാറിയത്. ഓക്കെ, സോ ചാപ്റ്ററിൻ്റെ ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പോയിന്റ്സ് ഡാർവിനിസത്തിൽ തന്നെ പറയാനുണ്ട്, പിന്നെ ബാക്കി ചാപ്റ്റർ ഇനിയും എടുക്കാനുണ്ട്. അപ്പം നമുക്ക് അടുത്ത വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിൽ തന്ന നോട്ട്സ് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ലെറ്റേഴ്സ് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ച് മാറ്റങ്ങൾ അടുത്ത വീഡിയോയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.